ശീതളന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്റെ വിഷമം എന്താ ശീതളം മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് ഇപ്പൊ എന്റെ വിഷമം. എന്തൊക്കെ പറയണേ സാറേ? ഞാനതാ പറഞ്ഞത്, ഇപ്പൊ പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയണത്. ശീതള ചതിച്ചു. ശീതള സംഗതി ആകെ പ്രശ്നമായി. എന്റെ സർവ്വം മുതലും പോയി. എന്റെ സ്വർണ്ണം എവിടെ? ദുബായിലാണ്. ഭാര്യയും മക്കളും എല്ലാ സ്വർണവും പണവും എല്ലാം ദുബായിലേക്ക് കടത്തിയില്ലേ. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. പാപ്പരാണ്. ഇതാ വീട്ട ജുബ്ബ മാത്രമേ ഉള്ളൂ. എന്താ പിന്നെ കാട്ടുക ഞാൻ? തന്നെ വിശ്വസിച്ചിട്ടല്ലേ 30 ലക്ഷം രൂപ ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ഞാൻ അവളെ വിശ്വസിച്ചു, എന്റെ ഭാര്യയെ. പക്ഷെ അവളെ എന്നെ ചതിച്ചു. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇതാ ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാം. ഇതേപോലെ ഞാൻ ഭാര്യയുടെ അടുത്ത് നീ എന്തിനാടി ആ പൈസ അങ്ങനെ ചെയ്തത്, ഈ വക തമ്മാടിത്തരം കാണിച്ചത് എന്തിനാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി പോകാൻ വേണ്ടി നിന്ന സമയത്താണ് എയർപോർട്ടിൽ വെച്ചിട്ട് ഇവർ എന്നെ പൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും നീ പറ? സാറേ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സാറേ. ഈ കഥയൊന്നും കേട്ടാ ഞങ്ങൾക്ക് ചെലവിന് ഞങ്ങൾക്ക് കാശ് വേണം സാറേ. പാവം സാറേ, പൈസ പോയി എന്റെ വിഷമത്തിലാണ്. എന്താ പിന്നെ ചെയ്യാ? അതെ ശീതള നോക്ക്, ഇങ്ങനെ വിഷമിക്കണ്ട. നിങ്ങൾ നിക്ഷേപകരുടെ ആരുടെയും പൈസ വെറുതെ പോവില്ല. ദൈവം ആയുസ്സും ആരോഗ്യം തന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പൈസയും ഞാൻ അധ്വാനിച്ച് വീട്ടും. സത്യശീലം സത്യമുള്ള ആളാണ്. പറഞ്ഞതാണ്. നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലേ? ഞാൻ അധ്വാനിച്ച് വീട്ടും. ഇയാൾക്ക് ഭ്രാന്താണ് സാറേ. ഇയാള് നല്ല സ്വാമിയെ സന്യാസിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് ഞങ്ങളുടെ കാശ് പോകും സാറേ. 10-30 ലക്ഷം രൂപ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സാറേ. ഞങ്ങൾക്കത് കിട്ടണം സാറേ, ഞങ്ങൾക്കത് കിട്ടണം സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ചു താ സാറേ. ഇത് സ്റ്റേഷനാണ്. ഹലോ സാറേ, ഇവിടെ പുറത്ത് ഭയങ്കര ബഹളം നടക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് കോടതിയിൽ പോവാം സാറേ. കോടതിക്ക് പോണ്ട നമുക്ക്. ഒരു കഷ്ടമാണ് എനിക്ക് വൈകി കാണാൻ. പാവം. ശീതളേട്ടോ, എന്താ ഹാല്? വല്ലതും നടക്കുവോ? ഒന്നും നടക്കില്ല പോയതോ. എന്തിട്ട് അങ്ങനെ പറയണേ? ഇത് പോയി ഞാൻ തൂങ്ങിച്ചാണ്ടി വരട്ടോ. എന്റെ മൊയ്തു, എന്റെ സ്ഥിതി അതിലും പരിതാപകരാണ്. താൻ എന്നൊന്ന് നോക്കിയേ. എന്റെ എല്ലാം പോയി. എന്റെ കയ്യിലുള്ള എല്ലാം പോയി. ഇപ്പം എന്താ അറിയോ, ഞാൻ പറഞ്ഞ പ്രകാരമാണ് എൻ്റെ ബന്ധുക്കൾ ഒരുപാട് ആൾക്കാർ അവിടെ കൊണ്ട് പൈസ നിക്ഷേപിച്ചു. ഇവരൊക്കെ എൻ്റെ പെരയിൽ കയറി ഇറങ്ങുക. എന്താ അവരോട് ഞാൻ പറയാ? ഈ മണ്ടുവിന്റെ ചീത്ത കേൾക്കാത്തൊരു ദിവസമല്ലേ എനിക്ക്.